എൻ്റെ സിനിമ ഇങ്ങനെയാണ്, ഇതിൽ ഇങ്ങനത്തെ 2 ഡയലോഗ് വേണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷത്തോടെ ചെയ്തു തന്നു. ടൊവിനോ, പിന്നെ ബേസിൽ, പിന്നെ ആനന്ദ് മന്മഥൻ, ദർശന രാജേന്ദ്രൻ, ദിവ്യപ്രഭ, അശ്വതി മനോഹരൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ സൗണ്ട് ഉണ്ട് അതിൽ. ഗോവയിൽ പടം എത്തി പ്രദർശിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ്? ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അത് കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളൊരുപാട് എന്താ രഞ്ജി പണിക്കർ സാറ്, അങ്ങനെയുള്ള നമ്മളൊരുപാട് ഇഷ്ടപ്പെടുന്ന ഫിലിം മേക്കേഴ്സൊക്കെ വന്നിട്ട് നമ്മളോട് നല്ലതാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. നമ്മളുടെ കുറേ കൂട്ടുകാരും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ മലയാളികൾ മാത്രമല്ലാതെ പുറമേയുള്ള കുറച്ച് ആൾക്കാരും കൂടി ഇത് കണക്റ്റായി എന്ന് പറയുന്നത് എൻ്റെ സന്തോഷം കൂടി എക്സ്ട്രാ ഉണ്ട്. എല്ലാവരും അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി, അതുപോലെ തന്നെ എങ്ങനെ ഒരു പടം മേക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു ഡോഗാണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടൊക്കെ വരുന്നത്. എങ്ങനെയാണ് ഇതിനൊരു വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് വരിക എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് പിന്നെ എന്താ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ മൃഗസ്നേഹികളുണ്ട്. എനിക്കും കുറച്ച് ഇഷ്ടമാണ് ഇവരെ. അപ്പം അതിനെ നമ്മൾ അങ്ങനെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചു. പിന്നെ എന്താ, കുറച്ചധികം സമയം ചിലവിട്ടുണ്ട്. സുട്ടുവിനെ ചെറുപ്പം മുതൽ ഞങ്ങൾ എടുത്തു വളർത്തിയിരുന്ന ആളാണ്. അപ്പം അന്ന് മുതൽ ഞങ്ങൾക്ക് അവനെ അറിയാം. അപ്പം അതുകൊണ്ട് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമാണ്. ഇപ്പോഴും അവനിപ്പോഴും ഹെൽത്തി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് അവനോട് ഭയങ്കരമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. ഞങ്ങളെ അതിശയിപ്പിച്ചത് അതിലെ സൗണ്ട് ടൊവിനോയും ബേസിലും. എങ്ങനെയാണ് രണ്ടുപേരുടെ ഒരു സൗണ്ട് അതിലേക്ക് വരുന്നത്? എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. അപ്പോൾ എൻ്റെ ഒരു സിനിമയുടെ, ഞാനൊരു സിനിമ പുതിയത് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു മുടക്കമില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മളെ ശബ്ദം തരാൻ വേണ്ടിയിട്ട് വന്നു. അതിന് വേറെ ഒന്നും ആലോചിച്ചില്ല അവർ. എൻ്റെ സിനിമ ഇങ്ങനെയാണ്, ഇതിൽ ഇങ്ങനത്തെ 2 ഡയലോഗ് വേണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷത്തോടെ ചെയ്തു തന്നു. ടൊവിനോ, പിന്നെ ബേസിൽ, പിന്നെ ആനന്ദ് മന്മഥൻ, ദർശന രാജേന്ദ്രൻ, ദിവ്യപ്രഭ, അശ്വതി മനോഹരൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ സൗണ്ട് ഉണ്ട് അതിൽ. അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ എല്ലാം ഒന്ന് കേൾക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. ഇവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഇവരൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവല്ലോ, ഇവർ നമുക്ക് വേണ്ടി ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ഡൗട്ട് ആദ്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അല്ല, എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു സഹായം പോലെ ചെയ്യരുത് എന്നുള്ളത് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കും കൂടെ അത് ടൊവിനോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ഇതിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ്റെ ഒരു സമയത്ത് ടൊവിനോ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പടം ഒന്ന് കാണിച്ച് തരാം ടൊവി, പടം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെരിങ്ങാലക്കുട വീട്ടിൽ പോയി ടൊവിനോടെ ജിമ്മിലിരുന്നിട്ട് ഞങ്ങൾ ഈ പടം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടൊവി അത് ഫുള്ളിരുന്ന് കണ്ടു, അന്നത്തെ ഒന്നും ആവാത്ത വേർഷൻ. എന്നിട്ട് ടൊവിനോയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് ടൊവിനോനെ കൊണ്ട് ഞാൻ 2 പ്രാവശ്യം പിന്നെ മാറ്റിയൊക്കെ ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സ്നേഹവും ഭയങ്കര എനിക്ക് ഭയങ്കര അതിനോടൊക്കെ ഭയങ്കര സ്നേഹവും കടപ്പാടുമുണ്ട്. ഒരു ഡിഫറെന്റ് തീമിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു തീമിന്റെ ഒരു സെലക്ഷൻ എങ്ങനെയായിരുന്നു സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു തീം തന്നെ ഡയറക്റ്റ് ചെയ്യാമെന്നുള്ളത്? അല്ല, നമ്മൾ ആലോചിക്കുന്ന സിനിമകൾ ഇപ്പോൾ സെയിം ഒരു നെറേറ്റീവിൽ തന്നെ വേണമെന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ മലയാളം സിനിമ ഇപ്പോൾ അത്രയും പിന്നെ ഗംഭീര സിനിമകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സിമിലർ ഒരു സിനിമ തന്നെയായിട്ട് എനിക്കിവിടെ വരണ്ടെന്ന് തോന്നി. അപ്പോൾ ഞങ്ങളുടെ പിന്നെ എൻ്റെയും രവിയുടെയും എഴുത്ത് രീതികൾക്ക് ഇങ്ങനെ ചെറിയൊരു ക്വർക്കിനെസ്സും അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം രവിയുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കുറച്ച് കാലങ്ങളായിട്ട് എഴുത്ത് പരിപാടികൾക്കൊക്കെ. അപ്പോൾ അതിൽ രവിയുടെ കൂടെ ഉണ്ട്, ഞാൻ മാത്രമല്ല. അതിൻ്റെ ഒരു വ്യത്യസ്തതയായിരിക്കും അതുണ്ടാവുന്നത്. ഈ ഒരു പടം ചെയ്യുമ്പോൾ തന്നെ ഇത് പാലക്കാടിൻ്റെ ഒരു ബ്യൂട്ടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൽ ഒരുപാട് ആളുകൾ പുതുമുഖങ്ങളാണ്. അങ്ങനെ കൊണ്ടുവരാൻ അങ്ങനെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് നയിച്ചത് എന്ത് ഘടകമാണ്? നമ്മൾ പുതിയ ആൾക്കാരെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നതിൽ ഭയങ്കരധികം സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ്. ഞാനത് പല സമയങ്ങളിൽ പല സിനിമകളിലായിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തത് ദിലീഷ് പോത്തൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും വർക്ക് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ പിന്നെ ഇതിൽ പുതിയ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിൽ എൻ്റെ മാസ്റ്റർ ദിലീഷ് പോത്തനാണ്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പുതിയ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആൾക്കാരുടെ ആളാണ് ശരി. അപ്പോൾ ഇവരൊക്കെ എനിക്കറിയാവുന്ന എൻ്റെ നാട്ടിലെ, എൻ്റെ കാസർഗോഡിലൊക്കെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ ചേച്ചിമാരും
ഒക്കെ അവരെയൊക്കെ പോലത്തെ ആൾക്കാരെ ഞങ്ങൾ പുറത്തുനിന്ന് ടെറൈൻ മാറ്റി പാലക്കാട് നിന്ന് എടുത്തുന്നേ ഉള്ളൂ. തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ഇവരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഓഡിഷൻ ചെയ്തിട്ട് കൊണ്ടുവന്ന ചേച്ചിമാർ കുറേ അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്. അത് പിന്നെ ഭർത്താവ് നിർബന്ധിച്ചിട്ട് എല്ലാവരും ഓഡിഷന് പോയാലോ, നീ എന്താ ഓഡിഷന് പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നൊരു ചേച്ചിയാണ് അതിലൊന്നുള്ളത്. ഒരാളെ ഞങ്ങൾ പിന്നെ എന്താ സിനിമ ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരി വരുന്നില്ല, ഞങ്ങൾ സിനിമയുടെ തലേ ദിവസം വീട്ടിൽ പോയി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ല ഇതെന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ വീട്ടിൽ പോയി പിടിച്ചുകൊണ്ട് വരുമായിരുന്നു അതിലൊരു ചേച്ചിനെ. അങ്ങനെ പല തരത്തിലുള്ള പിന്നെ എന്താ കഥകളുണ്ട് ഇവരെയൊക്കെ കിട്ടിയതിൽ. സ്വന്തമായി ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഈ ആളുകളെ കണ്ടെത്തുന്നതിലും ഒക്കെ തന്നെയാണ് എഫക്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കണ്ടിറങ്ങിയ ആളുകൾ എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അജയ് വിജയൻ, നമ്മളെ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സതീഷും കൂടിയാണ് ഇത്രയും ആൾക്കാർ കാസ്റ്റ് ചെയ്തത്. അവരുടെയും കൂടെ ആണ് അത്. ആളുകളിപ്പോ ഇനി IFFK വരുന്നുണ്ട് എന്ന് അറിഞ്ഞു. ആളുകൾ എല്ലാം കാത്തിരിക്കുന്നുണ്ട് IFFK വരുന്നതും. പിന്നെ എങ്ങനെയായിരിക്കും തിയേറ്റർ റിലീസ് എന്നൊക്കെ അറിയാൻ ആളുകൾക്ക്. തിയേറ്റർ റിലീസ് ഉടനെ തന്നെ ഉണ്ടാകും. നമ്മൾ IFFK കഴിയുന്നതോടുകൂടി അത് എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പൊ ഇതില് ഇപ്പൊ ഈ കണ്ടിറങ്ങിയതിൽ ഭയങ്കര സന്തോഷിപ്പിച്ച ഏതെങ്കിലും കോമന്റ്സ് ഇപ്പോൾ റീസെന്റ് സംഭവിച്ചോ? എനിക്ക് അതാണ് പറഞ്ഞത്, ഞാൻ വേറെ ഭാഷയിലും ഇത് കണക്റ്റായി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്നെ രഞ്ജി പണിക്കർ സാറ് വന്നിട്ട് പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു. ശങ്കർ രാമകൃഷ്ണൻ പുള്ളിയൊക്കെ വന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഫിലിം ഫ്രട്ടേണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ ബ്യൂട്ടി ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ കണ്ടന്റിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ അതിൽ കളറിലൊക്കെ ഒരു ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് നമ്മൾ കളറൊക്കെ സെലക്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ഓവർ ഡ്രാമ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ്. പിന്നെ ബാക്കിയുള്ളത് എൻ്റെ DOP സബിൻ്റെ ക്രെഡിറ്റ് എഴുതിപ്പോൾ. അത് ചമനാണ് എൻ്റെ എഡിറ്റർ. അപ്പോൾ അത് ഗംഭീരമാവാതെ ഇരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ചമൻ എൻ്റെ കൂടെ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. എന്തുകൊണ്ട് എനിക്ക് ഇതൊരു വലിയ സ്റ്റാർ കാസ്റ്റിൽ ഈ സിനിമ തന്നെ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എൻ്റെ ആദ്യ സിനിമ വലിയ സ്റ്റാർ കാസ്റ്റിൽ വലിയൊരു മൊമെൻ്റ് സിനിമ ചെയ്യാൻ പറ്റും? എനിക്ക് ഇപ്പോൾ ഇടപെടാൻ പറ്റുന്നതിൽ ഒക്കെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാറിനെയും കൂടി നോക്കേണ്ടതും കൂടെ നമ്മുടെ സിനിമയുടെ ബാധ്യതയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നു. എൻ്റെ സന്തോഷ് ചേട്ടനും സന്തോഷ് ടി കുരുവിളയും ബിനു ജോർജ് അലക്സാണ്ടറും ഇങ്ങനെ ഒരു അവസരം തന്നപ്പോൾ അതിനെ ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. എനിക്ക് ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് സിനിമ ചെയ്യാനാണ് താല്പര്യം ഉണ്ടായിരുന്നത്, ഇനിയും താല്പര്യമുള്ളത്. എപ്പോഴും അങ്ങനെ സാധിക്കുമെങ്കിൽ, നമുക്ക് നമ്മളെ പ്രൊജക്റ്റും പ്രൊഡ്യൂസേഴ്സൊക്കെ അനുവദിക്കുമെങ്കിൽ ഞാൻ ഇനിയും പുതിയ ആൾക്കാരെ അഭിനയിപ്പിക്കും. ഇല്ല, ഇപ്പോൾ സന്തോഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളെങ്കിൽ വലിയ സിനിമകൾ ചെയ്ത ആളാണ്, വലിയ നടന്മാരെ വെച്ചിട്ടുള്ള ഒരു വിളിപ്പ് ഒരുപാട് വലിയ നടന്മാർ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ സന്തോഷ് ചേട്ടൻ്റെ അടുത്ത് പുതിയ ഒരു ക്യാരക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒബ്ജക്ഷൻ, എന്തെങ്കിലും? ഇതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇത് പോകെ ഇത് വലുതായി വന്നു. അത് നമ്മുടെ ആലോചന ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഇത് കുറച്ചും കൂടി വലുതായി. അപ്പോൾ ഇതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമയല്ല. കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, ചെറിയ ബഡ്ജറ്റ് സിനിമയല്ല. അതിൻ്റെ കൂടെ സന്തോഷ് ചേട്ടൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയം കൊണ്ട് എന്നെ വിശ്വസിക്കാൻ തയ്യാറായി സന്തോഷ് ചേട്ടൻ. അതാണ് എന്നെ ഇതുവരെ ഈ ജേണി ഇങ്ങനെ നടക്കാൻ സാധിച്ചത്. സന്തോഷ് ചേട്ടൻ വിശ്വസിച്ചു ഇതിനെ. എല്ലാ സമയത്തും അതങ്ങനെ ഒരു വിശ്വാസം തന്ന് അങ്ങനെ കൂടെ നിന്നിട്ടുണ്ടായി. സന്തോഷ് ചേട്ടനും ബിനിച്ചേട്ടനും. ഓക്കെ, താങ്ക് യു.